ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ചക്കക്കുരു വെച്ചിട്ട് ഞാനൊരു ഹൽവ ഉണ്ടാക്കുന്നുണ്ട്. അതിന് ചക്കക്കുരു എല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 10-30 ചക്കക്കുരു ഉണ്ട്. പിന്നെ അതിന് വേണ്ടി കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്, കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, വെല്ലം പിരിക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് നെയ്യാണ്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, ബദാം അതിലിടാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. നമുക്ക് നെയ്യിൽ വറുത്തിട്ട് ഒന്ന് എടുത്തിട്ട് കോരി വെക്കണം. പിന്നെ ആദ്യം ഞാൻ മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരട്ടെ. അപ്പോൾ ഈ ഹലുവ നമുക്ക് എല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരുക്കി വെച്ച പാത്രമാണ് ഇതാ കണ്ട ഇതാണ് ഒരുക്കി വെച്ചതാണത്, വെള്ളം ഇട്ടിട്ട് ആക്കി വെച്ച്. അപ്പം ഞാൻ ഇത് നല്ല വൃത്തിയിൽ അരച്ചെടുത്ത് കൊണ്ടുവരട്ടെ. ചക്കക്കുരുവിനെ ചെറിയ ലൈറ്റ് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചതാണ്. അപ്പോൾ ഇതാ ഒരു 30 കുരു എടുത്തിട്ടുണ്ട് ഞാൻ. ഒരു മുറി തേങ്ങേൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് പാലൊന്നും എടുത്തിട്ടില്ല. തേങ്ങാപ്പാൽ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. എല്ലാം കൂടി നമുക്ക് അരച്ചെടുത്ത് കൊണ്ടുവരാം. ബസ്സിൻ്റെ ഓണടിയാണേ ഗൈസ്. അപ്പോൾ ഈ അരിപ്പൊടിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഇതാ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടിയാണ് ഞാൻ അരച്ചെടുക്കുന്നത്. ഇനി വെല്ലം കുറച്ചിതും കൂടി അങ്ങ് ഒഴിച്ച് കൊടുക്കട്ടെ. അരച്ചെടുത്തിട്ട് ബാക്കിയുള്ള ഒഴിച്ച് കൊടുക്കാം. വേഗം അരച്ചെടുത്തിട്ട് വരുന്നേ. ബാക്കിയുള്ള വെല്ലം കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാൻ, ഇല്ലെങ്കിൽ ഇത് മര്യാദയ്ക്ക് അരിയില്ല. അപ്പോൾ ഇതാ ഗൈസ്, എല്ലാം നല്ല വൃത്തിയിൽ ആ വെല്ലം ഉരുക്കിയ മൊത്തം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുത്തു. ഇതാ കണ്ടല്ലോ, എല്ലാം ഒഴിച്ച് കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് നെയ്യ് അടുപ്പത്ത് വെച്ചിട്ട് ഇതിനെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതാ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ അണ്ടിപ്പരിപ്പും ബദാമും ഒന്ന് വറുത്തെടുക്കാം. എന്നിട്ട് പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കണം. അതിൻ്റെ ശേഷം നമ്മൾ എടുത്ത് വെച്ച് അരച്ച് വെച്ച ചക്കക്കുരുവിനെ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇതാവട്ടെ. അപ്പോൾ ഇതാ ഞാനിത് വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ചെറുതാക്കി നമ്മളെ അരച്ച് വെച്ചതിനെ ഇതിൻ്റെ അകത്തേക്ക് മാറ്റാം. ഇപ്പം എല്ലാം മാറ്റി. ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം. നല്ല വൃത്തിയിൽ ഇളക്കിയിട്ട് കുറുക്കിയെടുക്കാം നമുക്ക്. ഇപ്പോൾ ആവാനായി കഴിഞ്ഞാൽ നമുക്ക് ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. നെയ്യിൽ ഇതിങ്ങനെ വഴറ്റിയെടുക്കുക. നല്ല കുറുകി വരും. ഹലുവേൻ്റെ പരുവത്തിലാവുമ്പോൾ നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇത് കുറുകി വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരുപാട് ലെങ്തായി പോകണ്ട നമ്മളെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പം ബോറടിക്കണ്ട. അപ്പോൾ ഇത് ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം.
നമുക്ക് കുറച്ച് ഏലക്കായയും ഇട്ട് കൊടുക്കാം. ഏലക്കായേൻ്റെ പൊടി ഞാൻ പഞ്ചസാരയും ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും ആയിക്കോളും. ഏലക്കായേൻ്റെ പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഇളക്കട്ടെ. ഇപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ വിട്ട് 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 വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആയില്ല, കുറച്ചും കൂടി ആയിക്കൊണ്ടിരിക്കണം. അപ്പം ആയിട്ട് ഞാൻ കാണിച്ചാലേ. ഇതാ കുറച്ചുകൂടി നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കാണിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ നെയ്യിലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ നെയ്യ് ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇതിന് നല്ല ഇതായിട്ട് വരിക. അടിപൊളിയായിട്ട് വിട്ട് 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 വന്ന് പാകത്തിനാവും. അതാണ് ഞാൻ കുറേശ്ശെയായിട്ട് നെയ്യ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയും വേണ്ടിക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിന് നെയ്യാണ് ഒഴിക്കുന്നത്, വെളിച്ചെണ്ണയല്ല. അപ്പോൾ ഇനി ഇതാ ഞാൻ ഈ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും ബദാമും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടി നമുക്ക് നല്ല വൃത്തിയിൽ ഇളക്കി എല്ലാ സ്ഥലത്തും ആക്കി കൊടുക്കാം. അടിപൊളിയായിട്ട് നമുക്ക് ഇളക്കി എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കാം. വിട്ട് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആയില്ല, കുറച്ചും കൂടി ആവണം. ലാസ്റ്റായിട്ട് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കണം. കുറച്ചും കൂടി ആയിക്കഴിഞ്ഞാൽ വാങ്ങുന്നതിന് കുറച്ച് മുന്നേ അപ്പം എല്ലാം ആയിട്ടുണ്ട്. കണ്ടോ, ഇപ്പം ഇങ്ങനെ വിട്ട് 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 വരുന്നതാണെന്നില്ലേ. കണ്ടല്ലോ. അപ്പോൾ കുറച്ച് നേരം കൂടി ഇളക്കാനുണ്ട്. അതും കൂടി ഇളക്കിയിട്ട് ഞാൻ ഫൈനലായിട്ടാകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നെയ്യ് ഒഴിക്കലാണ്. ഒരു ഇച്ചിരിപ്പൊടി തീർന്നു. ഇനി നെയ്യൊന്നും ഒഴിക്കില്ല. ലാസ്റ്റിലത്തെ ഒഴിക്കലാണ് ഇത്. ഇനി നല്ലോണം ആയിക്കഴിഞ്ഞിട്ട് വാങ്ങിയിട്ട് പാത്രത്തിലിടും. എല്ലാ ഭാഗവും ഇളക്കി യോജിപ്പിക്കട്ടെ. കണ്ട, അപ്പോൾ നമ്മളെ ഇതിൽ പറ്റാത്ത വിധത്തിൽ ആയി വരുന്നുണ്ട്. കണ്ട, അപ്പോൾ ഇതാ ഗൈസ്, എൻ്റെ ചക്കക്കുരുവിൻ്റെ ഹലുവ ഇതാ നല്ല കണ്ടീഷനായിട്ടായിട്ടുണ്ട്. നെയ്യ് കണ്ട തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ലല്ലോ, നെയ്യ് മാത്രമല്ലേ ഇതിൽ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ തീ ഓഫാക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പാകം ഞാനിതാ കുറച്ചെടുത്ത് വെച്ചു. നോക്കിയണ്ട, കൈമേലൊന്നും ഒട്ടാണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്ന പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഓഫാക്കാം. ഇനി ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം. ഇനി ഞാനത് നിരത്തട്ടെ.
അപ്പോൾ ഇതാ ഗൈസ്, എൻ്റെ ചക്കക്കുരു ഹലുവ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണിഞ്ഞ് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാനിത് മുട്ടിയിട്ട് മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും കണ്ട് സപ്പോർട്ട് തരണേ ഗൈസ്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.